ദേവകിയമ്മയുടെ തൊണ്ടയിൽ ഒരാർത്തനാദം കുടുങ്ങി. ശബ്ദം പുറത്തേക്കണയും മുൻപ് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. വാഴക്കൂട്ടങ്ങളിൽ ഒളിഞ്ഞു നിന്നൊരു പോത്ത് മുന്നോട്ടൊന്ന് കുതിച്ചു. ദേവകിയമ്മ പുറകോട്ട് മലർന്നടിച്ചു വീണു. അടുത്ത ക്ഷണം ആ ജന്തു അപ്രത്യക്ഷമാവുകയും ചെയ്തു. വാഴത്തേൻ നുകരാൻ വന്നതാണെന്ന് തോന്നും ഒരു കടവാതിൽ ചിറകടിച്ചു പറന്നു. അതങ്ങ് ചാത്തൻകാവിൻ്റെ നേരെയാണ് പറന്നകന്നത്. സർവത്ര ശാന്തം. അറപ്പുരയിൽ നിന്ന് വൈനതയൻ തിരുമേനി വല്ലാത്തൊരു ഭാവത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അയാളുടെ കണ്ണുകളിൽ വന്യമായ തിളക്കം. വൈനതയൻ്റെ ചുണ്ടുകൾ ആഹ്ലാദത്തോടെ മന്ത്രിച്ചു. ഭർത്താവിൻ്റെ മുന്നിൽ യാദൃശ്ചികമായി വന്നുപെട്ട ദേവമ്മ നടുങ്ങി. ആ മുഖത്തുനിന്ന് അവർ എന്തോ വായിച്ചറിഞ്ഞതുപോലെ. ഇത്തരം ഭാവങ്ങൾ മുൻപ് എത്രയോ വട്ടം താൻ കണ്ടിട്ടുള്ളതാണ്. അന്നൊക്കെ അതിൻ്റെ പിറ്റേ പുലരിയിൽ തന്നെ ഒരു ദുർമരണ വാർത്ത കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കുന്നു. സംശയമില്ല. പക്ഷേ ആര്? ദേവമ്മ! വളരെ നാളുകൾക്ക് ശേഷം വൈനതയൻ തിരുമേനി ഭാര്യയെ വിളിച്ചു. അവർ വിളി കേട്ടില്ല. പകരം ഭയത്തോടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു. തമ്മിൽ സംസാരം തന്നെ ഇല്ലാതായിട്ട് നാളുകൾ എത്രയായി? കൈ എത്താവുന്നത്ര അടുത്ത്. പക്ഷേ ഇരുവരും തമ്മിൽ എത്രയോ കാതം ദൂരെ. ദേവമ്മയ്ക്കതിൽ പരാതിയില്ല, പരിഭവമില്ല. തിരുമേനിയുടെ 4 മക്കൾക്ക് ജന്മം നൽകി. അത് ഈശ്വരനിശ്ചയമാകാം. തനിക്ക് കിട്ടേണ്ട സൗഭാഗ്യം മറ്റു പെണ്ണുങ്ങൾ അനുഭവിക്കുന്നതോർക്കുമ്പോൾ കുണ്ഠിതമില്ലാതില്ല. പക്ഷേ തനിക്കെന്തു ചെയ്യാനാവും? ഭർത്താവിനെ തടയാൻ താനശക്തിയാണെന്നവരറിയുന്നു. പാഴൂർ ഇല്ലത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകാത്തതിന് കാരണവും ഭൂമിദേവിയോളമുള്ള തൻ്റെ ക്ഷമയാണെന്ന് ആ സാധ്വി കരുതുന്നു. അതങ്ങനെയാണ് താനും. നീ എന്താ മിണ്ടാത്തത്? വിളിച്ചത് കേട്ടില്ലേ? ദേവമ്മ തലകുലുക്കി. 3-4 ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ട്. ഇന്ന് എനിക്കൊന്ന് ഉറങ്ങണം. ഉറക്കത്തിൽ ആര് വന്ന് വിളിച്ചാലും എന്നെ ഉണർത്തരുത്. 2 നാഴികയ്ക്കുള്ളിൽ ചിലർ എന്നെ കാണാനെത്തും. എത്ര അത്യാവശ്യമാണേലും വിളിക്കരുത്, കേട്ടല്ലോ? എന്തോ സൂചന മുൻകൂട്ടി ലഭിച്ചാൽ എന്നോണം വൈനതയൻ തിരുമേനി പറഞ്ഞു. ദേവമ്മയുടെ നെറ്റിയിൽ ചുളിവുകൾ. നിസ്സഹായതയുടെ മിഴികൾ ഭർത്താവിൻ്റെ മുഖത്തു തന്നെ നട്ട് അവർ നിന്നു. പാൽക്കഞ്ഞി എടുത്തു വയ്ക്ക്. ഉത്തരവാണ്. വൈനതയൻ കയ്യും തിരുമ്മി ഊട്ടുപുരയിലേക്ക് നടന്നു. തീർന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ സംഭാഷണം. ദേവമ്മ അടുക്കളക്കെട്ടിലേക്ക് നടന്നു. അവരുടെ മിഴികൾ നിറഞ്ഞത് തിരുമേനി കണ്ടതേയില്ല. ഭർത്താവ് പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും എന്തോ ചില ദുശങ്കകൾ അവർക്കുണ്ടായി. ആരോ ചിലർ അത്യാവശ്യമായി വരും. തിരുമേനി രക്ഷപ്പെടുത്തേണ്ട കേസാകും. മുൻകൂട്ടി തിരുമേനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഗുരുവായൂരപ്പ, അവിടുന്ന് തന്നെ തുണ. ഈ തറവാട്ടിൽ ഇതിനു മുൻപൊരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. പാഴൂർ ഇല്ലത്തിലെ കാരണവന്മാർ 24 മണിക്കൂറും സേവന തൽപരരായിരുന്നു. എത്രയെത്ര മനുഷ്യജീവിതങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരുടെയെല്ലാം അനുഗ്രഹങ്ങൾ ഇല്ലത്തിന് ശ്രേയസ്സായിരുന്നിട്ടേയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറപ്പാട് എന്തിൻ്റെ തുടക്കമാണ്? ദേവമ്മയ്ക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. അവർ തിരുമേനിക്ക് വിളമ്പിക്കൊടുക്കാൻ അടുക്കളക്കെട്ടിലേക്ക് വന്നു. സീത ഉറക്കെ നിലവിളിച്ചു. പേടിച്ചരണ്ട നിലവിളി. ശ്രീധരൻ നായർ നടുങ്ങി. കട്ടിലിൽ നിന്നയാൾ ചാടിപ്പിടഞ്ഞെണീറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിച്ചു. കിണറ്റുകരയിൽ നിന്നാണ് സീത നിലവിളിച്ചത്. ആ നിമിഷം തന്നെ അപ്പുക്കുട്ടനും ജാനകിക്കുട്ടിയും കിണറ്റുകരയിലെത്തി. അച്ഛാ, അമ്മ! സീത വിക്കി വിക്കി പറഞ്ഞു. കിണറ്റുകരയിൽ വീണുകിടന്ന ദേവകി അമ്മയെ അവർ ഉയർത്താൻ പാടുപെടുകയായിരുന്നു. ടോർച്ചുമെടുത്തുകൊണ്ട് ചന്ദ്രൻ പുറകെ എത്തി. ദേവകിയമ്മയുടെ മുഖം കണ്ടപ്പോൾ ആ കിണറ്റുകരയിൽ നിന്നൊരു കൂട്ട നിലവിളി ഉയർന്നു.
കണ്ണുകൾ തുറിച്ച് കവിളുകളിലൂടെ ചോരയൊലിച്ച് ബീഭത്സമായൊരു മുഖം. ദേവകിയമ്മയുടെ ചലനം നിലച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രീധരൻ നായരുടെ തല കറങ്ങി. അയാൾ വേച്ച് മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. എന്താ ശ്രീധരൻ നായരെ, എന്തുപറ്റി? ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്ന വഴി പ്രഭാകര പണിക്കർ അങ്ങോട്ടൊന്ന് കയറിയതാണ്. അപ്പോഴാണ് നിലവിളി ഉയർന്നത്. പ്രഭാകര പണിക്കർ കിണറ്റുവക്കത്തേക്ക് പാഞ്ഞു വന്നു. ആരെങ്കിലും കിണറ്റിൽ വീണുവെന്നേ ആ പാവം കരുതിയുള്ളൂ. ആഴം കുറഞ്ഞ കിണറാണ്. ആര് വീണാലും മരിക്കില്ലെന്ന് തീർച്ച. പോരെങ്കിൽ വെള്ളം കുറഞ്ഞ സമയവും. പക്ഷേ തൊട്ടടുത്തെത്തിയപ്പോൾ ദേവകിയമ്മയുടെ മുഖം കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. തൊട്ടടുത്ത് ശ്രീധരൻ നായരും വീണുകിടക്കുന്നു. മക്കളെല്ലാം അമ്പരന്ന് നിസ്സഹായരായി നിലവിളിയോടെ നിൽക്കുന്നു. എന്താ മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? പ്രഭാകര പണിക്കർ ഒരു നിമിഷം കൊണ്ട് എല്ലാവരെയും ശ്രദ്ധിച്ചു. അമ്മ കുളിക്കാൻ പോയിട്ട് നേരം ഒത്തിരിയായി. ഞാൻ അമ്മയെ വിളിക്കാൻ വന്നപ്പോൾ. സീത കരഞ്ഞു. അവൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രൻ അച്ഛനെ ഉണർത്താൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അപ്പുകുട്ടനും ജാനകിക്കുട്ടിയും ദേവകിയമ്മയുടെ മുഖത്തെ രക്തം തുടച്ചു കളയുന്നു. കാണെ ദേവകിയമ്മയുടെ നിറം മാറുകയാണ്. വെളുവെളുത്ത ശരീരത്തിലേക്ക് കരിനീല നിറം പടർന്നു കയറുന്നു. വിഷം തീണ്ടിയതാണോ എന്നാ സംശയം. എങ്കിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ. ഇതിന് ചികിത്സ വൈനിതയും തിരുമേനി കഴിഞ്ഞേയുള്ളൂ. പ്രഭാകര പണിക്കർ പറഞ്ഞത് സത്യവുമായിരുന്നു. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കാൻ കെൽപ്പുള്ളവനാണ് വൈനിതയും തിരുമേനി. പക്ഷേ അപ്പുക്കുട്ടൻ എന്തോ പറയാൻ നാവെടുത്തതാണ്. നീ ഒന്നും പറയണ്ട. ഒരപകടഘട്ടത്തിൽ ശത്രുതയെക്കുറിച്ചല്ല പറയേണ്ടത്. നിങ്ങൾ ആരും വരണ്ട. ഇതൊരു ജീവന്റെ പ്രശ്നമാണ്. ദേവകിയമ്മയെ ഞാനില്ലത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. പ്രഭാകര പണിക്കർ തൻ്റെ വീട്ടിലേക്കോടി. നിമിഷങ്ങൾക്കകം മറ്റ് 3-4 പേരുമായി മടങ്ങി വന്നു. വന്നവരുടെ കയ്യിൽ ഒരു ചാരുകസേരയും ഉണ്ടായിരുന്നു. ദേവകിയമ്മയെ ചാരുകസേരയിൽ കിടത്തിയതും ഇല്ലത്തേക്കോടാൻ മുൻകൈയെടുത്തതും അയാൾ തന്നെയായിരുന്നു. നല്ല വിഷമുള്ള ഏതോ ഇനമാണ് തീണ്ടിയതെന്നായിരുന്നു പ്രഭാകര പണിക്കരുടെ വിശ്വാസം. താനിപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവകിയമ്മ എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ. തിരുമേനി രക്ഷപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. എത്ര വൈരാഗ്യമുണ്ടേലും ഒരു ജീവന്റെ പ്രശ്നത്തിനു മുൻപിൽ വൈനതയൻ കണ്ണടക്കില്ല. രക്ഷപ്പെടുത്തുന്നതിന് നല്ല പ്രതിഫലവും കൊടുത്തേക്കാം. വൈനതയനത് മതിയല്ലോ. അതാണല്ലോ പ്രധാനം. നിങ്ങൾ ആരും വരണ്ട. ഇക്കാര്യത്തിന് ഞാൻ മതി. ഇല്ലത്തേക്ക് കൂടെ പോകാനൊരുങ്ങിയ ചന്ദ്രനെയും സീതയെയും പണിക്കർ വിലക്കി. കസേരക്കാലിൽ പിടിച്ചുകൊണ്ട് അവർ പടിവാതിൽ വരെ അനുഗമിച്ചു. ശ്രീധരൻ നായർക്ക് അപ്പോഴും ബോധം വീണ്ടും കിട്ടിയിരുന്നില്ല. അച്ഛനെ കോരിയെടുത്ത് ചന്ദ്രൻ ഉമ്മറത്ത് കിടത്തി. അമ്മയ്ക്കൊന്നും സംഭവിക്കരുതേ. ജാനകിക്കുട്ടി കേണു. ഒന്ന് സമാധാനപ്പെടാൻ തുടങ്ങിയതാണ് എല്ലാവരും. അപ്പോഴിതാ വെള്ളിടി പോലെ ഓർക്കാപ്പുറത്തൊരു ദുർവിധി വന്നു പതിച്ചിരിക്കുന്നു. ആ കൊച്ചു വീട്ടിലെ നിലവിളി തടയാൻ ആരാലും സാധ്യമല്ലായിരുന്നു. എവിടെയൊക്കെയോ ദുശകുനം പോലെ നായ്ക്കൾ ഓരിയിടുന്നു. പ്രഭാകര പണിക്കറും സംഘവും തിരക്കിട്ടു നടന്നു. വൈനിതയും തിരുമേനി ഉറങ്ങിക്കാണില്ലെന്നുറപ്പായിരുന്നു. ഈ 8 മണി നേരത്ത് ആരും ഉറങ്ങാൻ തുടങ്ങിയില്ല. പിന്നെ പാഴൂർ ഇല്ലത്തിൻ്റെ മാന്ത്രികന്മാരുടെ കാര്യം പറയാനുണ്ടോ? ഇല്ലത്തിൻ്റെ പടിപ്പുരവാതിൽ അടഞ്ഞുകിടക്കുന്നു. പ്രഭാകര പണിക്കരും സംഘവും അടഞ്ഞുകിടന്ന ആ വാതിൽക്കൽ തരിച്ചു നിന്നു. മുമ്പൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ല. തങ്ങളെ തേടിയെത്തുന്ന അത്യാവശ്യ ശുശ്രൂഷ വേണ്ടിവരുന്ന രോഗികൾക്ക് വേണ്ടി ആ പടിവാതിൽ തുറന്നു കിടക്കാറേയുള്ളൂ. മന്ത്രവാദം വഴിമാറിപ്പോയെങ്കിലും വൈനിതയും തിരുമേനിക്കും ആ സിദ്ധികളൊക്കെ ഉള്ളതാണ്. എന്നിട്ടും എന്തേ ഇന്നീ വാതിൽ തുറക്കാത്തെ? വന്നവർ തമ്മിൽ നോക്കി. ഇനി അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് വരുമോ? ഹേയ്, അതുണ്ടാവില്ല. തറവാട്ടു മാന്ത്രികൻ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുക പതിവില്ലല്ലോ. ചെന്നു ചികിത്സിക്കുന്ന പതിവുമില്ല. ആവശ്യക്കാർ കരഞ്ഞുകൊണ്ട് പടികയറി വരും. പകൽ പോലെ പുഞ്ചിരിയുമായി തിരിച്ചു പോകും. ആ തറവാട്ടുമുറ്റത്ത് വന്നവരാരും
ആഹ്ലാദത്തോടെയല്ലാതെ തിരിച്ചുപോയിട്ടില്ല. പാഴൂർ ഇല്ലത്തെ മാന്ത്രികന്മാർക്ക് ചികിത്സിക്കാൻ അറിയാത്ത രോഗങ്ങളില്ലെന്ന് പറയപ്പെടുന്നു. സർപ്പം തീണ്ടിയവരെ മരിച്ച അവസ്ഥയിൽ 7 ദിവസത്തോളം ഇല്ലത്ത് കിടത്തിയിട്ട് കടിച്ച സർപ്പത്തെ വരുത്തി വിഷമിറക്കിയ ചരിത്രം പാഴൂർ ഇല്ലത്തിനുണ്ട്. ഒരു ഉറക്കത്തിൽ നിന്നെന്നോണം മരിച്ചു കിടന്നയാൾ ഉണർന്നെണീക്കാറുണ്ടത്രേ. വൈദ്യതയും തിരുമേനി നോക്കിയാൽ മതി, രോഗം പകുതി കുറയും. നോക്കി നിന്നിട്ട് കാര്യമില്ല. പ്രഭാകര പണിക്കർ വാതിലിൽ മുട്ടി വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. പടിപ്പുര വാതിൽ പുതുക്കിയിരിക്കുന്നു. ശ്രീധരൻ നായർ പൊളിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അതിലും ബലവത്തായ വാതിൽ നിർമ്മിച്ചു. നിരന്തരം മുട്ടിയപ്പോൾ പടിവാതിൽ തുറന്നു. ദേവമ്മയാണ് വന്നു വാതിൽ തുറന്നത്. അരിക്കലാമ്പിന്റെ വെളിച്ചത്തിൽ ആഗതരെ അവർ കണ്ടു. ഇവിടുത്തെ ദേവകിയമ്മയെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, വിഷം തീണ്ടി. പ്രഭാകര പണിക്കർ അകത്തേക്ക് കയറാൻ ധൃതിപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ദേവമ്മയുടെ ശരീരം തളർന്നു. വൈനതേയന്റെ മുന്നറിയിപ്പ് ചെവികളിൽ അലയ്ക്കുന്നു. 2 നാഴികയ്ക്കുള്ളിൽ ചിലർ എന്നെ കാണാനെത്തും. എത്ര അത്യാവശ്യമാണേലും വിളിക്കരുത്. ഈ വരവ് തിരുമേനി മുൻകൂട്ടി കണ്ടിരിക്കുന്നു. 2 നാഴിക തികച്ചുമായിട്ടില്ല. ഗുരുവായൂരപ്പ, എന്താ ചെയ്യേണ്ടത്? ദേവമ്മ മിഴിച്ചു നിന്നു. തിരുമേനി ഒന്ന് വേഗം വിളിച്ചാട്ടെ, അദ്ദേഹത്തിന് മാത്രമേ ഇവരെ രക്ഷിക്കാൻ കഴിയൂ. പ്രഭാകര പണിക്കർ തിടുക്കം കൂട്ടി. മറുപടി പറയാൻ നിൽക്കാതെ ദേവമ്മ വേഗം തിരിഞ്ഞു നടന്നു. അവരുടെ പുറകെ കസേരയും കൊണ്ടകത്തേക്ക് കയറാൻ തുടങ്ങിയ നിമിഷം പണിക്കരും സംഘവും നടുക്കത്തോടെ പിൻവലിഞ്ഞു. ആ പടിവാതിൽ തനിയെ വലിയൊരു ശബ്ദത്തോടെ വലിഞ്ഞടഞ്ഞു. അകത്ത് അട്ടഹാസം പോലൊരു പൊട്ടിച്ചിരി. വൈന്യതയും തിരുമേനി. ദേവകിയമ്മയുടെ മൃതദേഹത്തിനരികിലിരുന്ന് ശ്രീധരൻ നായർ തേങ്ങി തേങ്ങി കരഞ്ഞു. തൻ്റെ കൊച്ചു കുടുംബത്തിൻ്റെ നെടുന്തൂൺ അഴിഞ്ഞു വീണിരിക്കുന്നു. വിഷം തീണ്ടിയുള്ളൊരു സ്വാഭാവിക മരണമായിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രയും വേദന തോന്നില്ലായിരുന്നു. പകരം വൈന്യതയും പ്രതികാരം വീട്ടിയിരിക്കുകയാണെന്ന ഓർമ്മ. ആ ഓർമ്മകളിൽ അയാളുടെ പാവം ഹൃദയം നൂറായി നുറുങ്ങി. വെള്ള പുതച്ചുറങ്ങുന്ന ദേവകിയമ്മയുടെ മുഖം കറുത്തു കരുവാളിച്ചിരിക്കുന്നു. പ്രഭാകര പണിക്കർ മാവ് വെട്ടുന്നവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഓടി നടക്കുന്നു. ദുർമരണമാണ്. മൃതദേഹം അധികനേരം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. പോരെങ്കിൽ ആർക്കു വേണ്ടിയും കാത്തിരിക്കേണ്ട കാര്യവുമില്ല. ആരുമില്ലാത്തവർക്ക് ദൈവവും കൂട്ടില്ലെന്ന് പറയുന്നത് എത്രയോ ശരി. ആ വീട്ടിലേക്ക് നാട്ടുകാർ വന്നും പോയും ഇരുന്നു. ദേവകിയമ്മയുടെ ദുർമരണം നാട്ടിലാകെ നടുക്കം വിതച്ചിരിക്കുന്നു. വൈനതയും തിരുമേനിയോടുള്ള പേടി വർദ്ധിക്കാൻ ഒരു കാരണവും കൂടി. കട്ടിലിൽ കിടന്ന് അലമുറയിടുന്ന അപ്പുക്കുട്ടനെ അമ്മു സമാധാനിപ്പിച്ചു. എൻ്റെ അമ്മയെ അയാൾ കൊന്നതാണ്. അവൻ പേർത്തും പറഞ്ഞുകൊണ്ടിരുന്നു. സംഭവിക്കരുതാത്തത് സംഭവിച്ചു പോയില്ലേ അപ്പുവേട്ടാ? വന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ. ഇനിയൊന്നും സംഭവിക്കാതിരിക്കാൻ നോക്ക്. എന്തു പറഞ്ഞാലും അടക്കാനാവുന്ന ദുഃഖമായിരുന്നില്ല അപ്പുവിൻ്റേത്. ജാനകിക്കുട്ടിക്കായിരുന്നു ഏറെ ദുഃഖം. എല്ലാറ്റിനും കാരണം താനൊരൊറ്റയാളാണെന്ന് അവൾ വിശ്വസിച്ചു. തനിക്ക് സംഭവിച്ചത് വേണമെങ്കിൽ ആരോടും പറയാതിരിക്കാമായിരുന്നു. അഭിമാന സംരക്ഷണത്തിന് ആത്മഹത്യ ചെയ്യാമായിരുന്നു. തൻ്റെ നഷ്ടം ഒരിക്കലും അമ്മയുടെ നഷ്ടത്തോളം വലുതല്ല. താനേ നശിച്ചു. തന്മൂലം മറ്റുള്ളവരും വേദനിക്കേണ്ടി വന്നിരിക്കുന്നു. എടുത്തുചാട്ടമായിപ്പോയി. നയത്തിൽ നീങ്ങിയിരുന്നുവെങ്കിൽ വൈനതേയനെ തനിക്ക് നശിപ്പിക്കാമായിരുന്നില്ലേ? മറ്റൊരവസരത്തിൽ അയാൾ സമീപിക്കുമ്പോൾ ഒരു കത്തി കൊണ്ട് അയാളെ കുത്തിമലർത്താമായിരുന്നു. എല്ലാം ഇപ്പോഴാണ് ഓർക്കുന്നത്. അങ്ങനെ ചെയ്താലും അതിൻ്റെ ശിക്ഷ താൻ മാത്രം ഏറ്റുവാങ്ങിയാൽ മതിയായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. താൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന കൂടി കാണേണ്ടി വന്നിരിക്കുന്നു. ഓരോ വേദനയും താൻ കൂടി അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. ജാനകിക്കുട്ടി നിലത്തു തലതല്ലി പൊട്ടിപ്പൊട്ടി കരഞ്ഞു. മാവ് വെട്ടിക്കഴിഞ്ഞു. ദേവകിയമ്മയുടെ ചിതയൊരുങ്ങി. ദുർമരണമായതുകൊണ്ട് ഉദകക്രിയകളൊന്നും നടത്തിയില്ല. ആരൊക്കെയോ ദേവകിയമ്മയുടെ മൃതശരീരം ചിതയിലേക്കെടുത്തു കൊണ്ടുപോയി.
അപ്പുക്കുട്ടൻ വിറ കൈയുമായി ചിതയ്ക്കു തീ കൊളുത്തി. എല്ലാത്തിനും സാക്ഷിയായി അടുത്ത മരക്കൊമ്പിൽ ഒരു പുള്ളുകുത്തിയിരുന്നത് ആരും കണ്ടില്ല. ദേവകിയമ്മയുടെ ആത്മാവ് പുകച്ചുരുളുകളായി ആകാശം തേടി ഉയരാൻ തുടങ്ങി. ചിതയിൽ നിന്നുയർന്ന പുകച്ചുരുൾ പാഴൂർ ഇല്ലത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നൊരാൾ കാണുന്നുണ്ടായിരുന്നു. വൈനതേയൻ തിരുമേനി. വല്ലാത്ത സംതൃപ്തി നൽകുന്നൊരു പുഞ്ചിരി അയാളുടെ ചുണ്ടിൻ്റെ കോണുകളിൽ ഉണ്ടായിരുന്നു. ശ്രീധര, ഒന്നേ ആയുള്ളൂ, ഇനി 5 അതിനും ഇനി കാലതാമസമൊന്നുമില്ല. ആ 5 ചിത കൂടി തയ്യാറാക്കി വെച്ചോ. വൈനിതേയൻ്റെ മനസ്സിൻ്റെ മന്ത്രണം. ഇതൊരു മനുഷ്യൻ്റെ നേരെ മറ്റൊരുത്തൻ കൈ ഓങ്ങിയതിൻ്റെ പ്രതികാരമല്ല, പാഴൂരില്ലത്തിൻ്റെ മഹാമാന്ത്രികനെ മർദ്ദിച്ചതിൻ്റെ പ്രതികാരമാണ്. ക്ഷന്തവ്യമല്ലാത്ത തെറ്റ് ഞാൻ ചെയ്തില്ല, നീ അത് ചെയ്യുകയും ചെയ്തു. ചെയ്തതിൻ്റെ ഫലം നീ അനുഭവിച്ചേ തീരൂ, അല്ലെങ്കിൽ എൻ്റെ പൂർവികരോട് ഞാൻ കണക്കു പറയേണ്ടി വരും. കട്ടിലിൽ കിടന്ന ശ്രീധരൻ നായർ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. അയാൾ വല്ലാതെ കിതച്ചു, വിയർപ്പ് കിനിഞ്ഞു. ആരാണ് തൻ്റെ ചെവികളിൽ വന്നു മന്ത്രിച്ചത്? എല്ലാവരും ചിതയ്ക്കരികിലാണ്. വീട്ടിൽ താൻ ഒറ്റയ്ക്ക്. അകത്തെ മുറിയിൽ ജാനകിക്കുട്ടി വിങ്ങിക്കരയുന്നു. പരിഭ്രമത്തോടെ ശ്രീധരൻ നായർ ചുറ്റും നോക്കി. പൊടുന്നനെയാണത് കണ്ടത്. ഉത്തരത്തിൻ്റെ മൂലയിൽ ഒരു കരിമ്പൂച്ച തന്നെ തന്നെ തുറച്ചു നോക്കിയിരിക്കുന്നു. നടുങ്ങിപ്പോയി. ശ്രീധരൻ നായർ തലയണ കീഴിൽ പരതി. കയ്യിൽ തടഞ്ഞത് ടോർച്ച് ലൈറ്റാണ്. ലൈറ്റ് കയ്യിലെടുത്തതും പൂച്ചയെ ലക്ഷ്യമാക്കി ഒരേറ് കൊടുത്തതും ഞൊടിയിട കൊണ്ട് കഴിഞ്ഞു. പൂച്ച മുറുമ്മി. അത് ശ്രീധരൻ നായരുടെ മുഖത്തേക്ക് ചാടാനൊരുങ്ങിയതാണ്. ആ നിമിഷത്തിലാണ് അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് കയറി വന്നത്. കരിമ്പൂച്ച പെട്ടെന്ന് പിൻവലിഞ്ഞു. അടുത്ത ക്ഷണം അതവിടെ നിന്ന് അപ്രത്യക്ഷമായി. നിലത്ത് പൊട്ടിത്തകർന്നു കിടക്കുന്ന ടോർച്ച് അപ്പുക്കുട്ടൻ കയ്യിലെടുത്തു. അവൻ അച്ഛൻ്റെ നേരെ നോക്കി. ഒരു കരിമ്പൂച്ച അതെന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പുക്കുട്ടൻ മുകളിലേക്ക് നോക്കി. അവനൊരു വിളറിയ പുഞ്ചിരി മടക്കി. അച്ഛന് തോന്നിയതാവും. അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പുറത്തുവച്ച് കണ്ടുകൊണ്ടിരുന്ന ദുർനിമിത്തങ്ങൾ വീടിനുള്ളിലും കണ്ടു തുടങ്ങിയപ്പോൾ ശ്രീധരൻ നായർക്ക് പരിഭ്രാന്തിയേറി. ഇങ്ങനെ പോയാൽ ഈ കുടുംബത്തിൽ പാർക്കാൻ തന്നെ പറ്റാതെ വരുമല്ലോ. എന്താണൊരു പരിഹാരം? ആലോചിച്ചു. വീണ്ടും വീണ്ടും ആലോചിച്ചു. എത്രയാലോചിച്ചിട്ടും ശ്രീധരൻ നായർക്കൊരു ഉത്തരം കണ്ടെത്താനായില്ല. പരിഹാരം നിർദ്ദേശിച്ചത് പ്രഭാകര പണിക്കരായിരുന്നു. നല്ലൊരാളെക്കൊണ്ട് പ്രശ്നം വെച്ച് പ്രതിവിധി നടത്തുക. തൽക്കാലം അതുമാത്രമേ രക്ഷയുള്ളൂ. ദുർമന്ത്രവാദത്തിനെതിരെ സന്മന്ത്രവാദം. ഈശ്വരനോടടുക്കാൻ വളർന്ന പിശാചുക്കളൊന്നും ഇനിയും ജനിച്ചിട്ടില്ലെന്ന വിശ്വാസം. ശ്രീധരൻ നായർ ആ നിർദ്ദേശം സ്വീകരിച്ചു. അടുത്ത ദിവസം തന്നെ ഇല്ലാത്ത കാശുണ്ടാക്കി ശ്രീധരൻ നായർ പട്ടണത്തിലേക്ക് യാത്രയായി. പ്രഭാകര പണിക്കർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അതാ നിൽക്കുന്നു ഏറ്റവും വലിയ ദുർനിമിത്തം മുന്നിൽ. വൈനിതേയൻ തിരുമേനി. ശ്രീധരൻ നായരെ കണ്ട് തിരുമേനി മനോഹരമായൊന്നു പുഞ്ചിരിച്ചു. ഒന്നു വീണു അല്ലേ ശ്രീധര? നീ എന്തൊക്കെ ചെയ്താലും ബാക്കി 5 കൂടി വീഴും. അതിനുവേണ്ടി നീ വെറുതെ വല്ല പൊട്ട ജോത്സ്യർക്കും കാശ് കൊടുക്കണ്ട. ശ്രീധരൻ നായരുടെ മുഖം വിളറി. താൻ പ്രശ്നം വയ്ക്കാൻ പോയ കഥ ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാ നിന്റെ സംശയം അല്ലേ? നിന്റെ ഓരോ ചലനങ്ങളും ഞാൻ അറിയും, ഒപ്പം നിന്റെ 4 മക്കളുടെയും. പാഴൂർ ഇല്ലത്തിൻ്റെ മാന്ത്രികൻ്റെ കണ്ണുകെട്ടാൻ വളർന്ന ഏതു മഹാമാന്ത്രികനാടാ ലോകത്തുള്ളത്? നീ 10-40 കൊല്ലം എൻ്റെ കാര്യസ്ഥനായിരുന്നു എന്ന് പറയുന്നത് പോലും നാണക്കേടാണല്ലോടാ. വൈനതയിൽ പൊട്ടിച്ചിരിച്ചു. ആ ചിരിക്ക് അനന്തമായ പാടശേഖരങ്ങളിൽ മാറ്റുലിയുണ്ടായി. വൈനതേയൻ്റെ ഓരോ നെൽച്ചെടി പോലും തന്നെ പരിഹസിക്കുന്നതായി ശ്രീധരൻ നായർക്ക് തോന്നി. തിരുമേനിയെ കടന്നു മുന്നോട്ടു പോകാൻ ആഗ്രഹിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു. ഒരിക്കൽ അബദ്ധം പിണഞ്ഞതാണ്.
ഏതായാലും ഇത്രയുമായി. അയാൾ എന്തു വേണേലും പറഞ്ഞോട്ടെ. ജീവിക്കാൻ കൊതിയുണ്ടേൽ കുറച്ചിളവ് ഞാൻ തരാം. നീ ജാനകിക്കുട്ടിയെ ഇല്ലത്തേക്കൊന്ന് വിട്. അല്ലേ വേണ്ട, അവളുടെ ഇളയതൊന്നുണ്ടല്ലോ. എന്താ അവളുടെ പേര്? സുശീലയോ? അല്ലല്ലോ, സീത. ആ, അവളെ. ഇല്ലത്തെ ചോറിൻ്റെ ഗുണം ഞാനൊന്ന് അറിഞ്ഞോട്ടെ. ഒരു വിടന്റെ ഭാവത്തിൽ ചിരിക്കുകയായിരുന്നു വൈനതയൻ. ശ്രീധരൻ നായരുടെ ശരീരം വരിഞ്ഞു മുറുകി, കണ്ണുകളിൽ ഇരുട്ട് കയറി. ഠാ! ഒരൊറ്റയാട്ടായിരുന്നു. മുഖത്തു വീണ തുപ്പൽ വൈനതയൻ തിരുമേനി രണ്ടാം മുണ്ടുയർത്തി തുടച്ചു. വൈനതയന്റെ മുഖത്തെ പരിഹാസഭാവമെല്ലാം ഞൊടിയിട കൊണ്ട് അപ്രത്യക്ഷമായി. എട മുതുക്കൻ തിരുമേനി, നിനക്കുമില്ലേ 2 പെൺമക്കൾ? പടച്ചോറുണ്ട് തുടുത്തവർ. നീ ആദ്യം ആ ചോറിൻ്റെ ഗുണമറിയി. നടക്കുന്നു മഹാമാന്ത്രികൻ. നിന്റെ ഈ മാന്ത്രിക പണിയെല്ലാം തീരുമെടാ. ഒരിക്കൽ നീ നിന്ന് എന്നെ പരിഹസിച്ച് ഈ നടവരമ്പിലൂടെ നീ ഉടുതുണിയില്ലാതെ ഓടും. അത് ഞാൻ കണ്ടില്ലെങ്കിൽ ഈ നാട്ടുകാർ കണ്ടോളൂ. ഈ ലോകം നിന്നെ ഭ്രാന്താന്ന് വിളിക്കും. നീ ഭ്രാന്തന്മാരാക്കിയ ഒത്തിരി പേരുടെ കഥ എനിക്കറിയാമെടാ തെണ്ടി തിരുമേനി. നീ എൻ്റെ കുടുംബം നശിപ്പിച്ചു, ബാക്കി കൂടി നശിപ്പിച്ചു. എന്നാലും നിന്റെ കാലു പിടിക്കാൻ എൻ്റെ പട്ടി പോലും വരില്ല. തിരുമേനി അടി കൊണ്ടതുപോലെ പുളഞ്ഞു. ശ്രീധരൻ നായരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ. എന്നാൽ നിന്റെ കാലു പിടിക്കാൻ എൻ്റെ പട്ടിയെ വിടാമടാ, ഇപ്പോൾ തന്നെ. ദാ, നീ രക്ഷപ്പെടാൻ നോക്ക്. വൈനതയൻ കണ്ണടച്ചു. ഒറ്റ കാലിൽ നിന്ന് ഏതോ ദുഷ്ടമന്ത്രം ജപിക്കുകയാണ്. എല്ലാം ഞൊടിനേരം കൊണ്ടായിരുന്നു. എന്തു വന്നാലും നേരിടുമെന്ന് നിശ്ചയത്തോടെ ശ്രീധരൻ നായർ ജ്വലിച്ചു നിന്നു. കാണുമ്പോഴൊക്കെ അയാൾ പറയുന്നത് കേൾക്കാൻ നിന്നാൽ അതിനെ നേരം കാണും. തനിക്ക് നോക്കാനൊന്നുമില്ല. ഏറ്റുമുട്ടലെങ്കിൽ ഏറ്റുമുട്ടൽ. ഇനിയും ഭയന്നിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ദേവകിയെ പോത്തിന്റെ വേഷം കെട്ടിച്ച് ഏതോ ദുഷ്ടമൂർത്തിയെ കൊണ്ട് ചതിച്ചു കൊന്നവനാണ്. ഇല്ലപ്പടിക്കൽ കൊണ്ടുചെന്ന് ദേവകിയുടെ ശവത്തെ നോക്കി നാട്ടുകാരെ മുഴുവൻ പുച്ഛിച്ചവനാണ്. എന്തു സംഭവിച്ചാലും വൈനതയനോട് ക്ഷമ ചോദിക്കുന്ന പ്രശ്നമേയില്ല. ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാണ് താനും. ഇവിടെ മാനമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനമായിട്ട് മരിക്കും. അതാ അന്തസ്. ഒരുത്തനെ പേടിച്ച് എത്ര കാലമാണ് ജീവിച്ചിരിക്കുക? എന്തുണ്ടായാലും നേരിടാനുള്ള തൻ്റെയിടം ആർജിച്ച് ശ്രീധരൻ നായർ നിന്നു. വൈനതയൻ മന്ത്രണം അവസാനിപ്പിച്ചു. നിന്നിടത്തു നിന്ന് കുനിഞ്ഞ് ഒരു പിടി മണ്ണുവാരി വയലിലേക്കിട്ടു. നെൽച്ചെടികൾക്കിടയിൽ ഒരിളക്കം. ശ്രീധരൻ നായർ കരുതി തന്നെയാണ് നിന്നത്. ഏതെങ്കിലും ഒരു ദുർദൈവത തൻ്റെ നേരെ ചാടി വീഴുമെന്നുറപ്പാണ്. ശരീരത്ത് ജീവന്റെ അംശം ശേഷിക്കുന്നതുവരെ താൻ പോരാടുകയും ചെയ്യും. ഇന്നാടാ ശ്രീധര, എൻ്റെ പട്ടിയെ നിന്റെ കാലു പിടിക്കാൻ ഞാനിങ്ങ് വരുത്തിയതാ. കാലു പിടിക്കാൻ വന്നത് കാലു പിടിച്ചേ പോകൂ. കാണട്ടെ നിന്റെ മൂച്ച്. വൈനതയൻ പൊട്ടിച്ചിരിച്ചു. അഷ്ടദിക്കുകളിലും ചെന്നുമടങ്ങാൻ ശക്തിയുള്ള ഒരട്ടഹാസം. വയലിൽ നിന്ന് ചാടി എഴുന്നേറ്റത് ഒരു കൂറ്റൻ നായയായിരുന്നു. വേട്ടപ്പട്ടിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്രൂരമുഖൻ. ശ്രീധരൻ നായർ ആ ജന്തുവിനെ പൊടുന്നനെ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ തന്നെ ചാത്തൻകാവിനടുത്തു വെച്ച് ഭയപ്പെടുത്തിയ കറുത്ത പട്ടി. നായ് വരമ്പിൽ കുത്തിയിരുന്നു. ചുവന്നു ചോര നിറമാർന്ന നാവ് രക്തക്കൊതിയിൽ എന്നോണം സ്വയം നുണഞ്ഞ് വൈനതയനെയും ശ്രീധരൻ നായരെയും മാറി മാറി നോക്കി. ആജ്ഞ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ആ ജന്തു. നിന്നെ അവഹേളിച്ചവനാണ്. നീയവന്റെ കാല് പിടിച്ചേച്ച് പൊയ്ക്കോ. വൈനതയൻ അത്രയും പറയാത്ത താമസം നായൊന്നു മുറുമി. അടുത്ത ക്ഷണം ഒരു സിംഹത്തിന്റെ ക്രൂരതയോടെ നായ് ശ്രീധരൻ നായരുടെ നേരെ ചാടി. ആ ശക്തി തടുക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നില്ല. ശ്രീധരൻ നായർ പാടത്തേക്ക് മലർന്നടിച്ചു വീണു. പട്ടിയുടെ കഴുത്തിൽ 2 കൈകളും മുറുക്കി ശ്രീധരൻ നായർ പിടഞ്ഞു. ആ സമയത്തു തന്നെയാണ് നായ് ശത്രുവിൻ്റെ തൊണ്ടക്കുഴി കടിച്ചു മുറിക്കാൻ മുഖം താഴ്ത്തിയത്.